പെപ്സി കോള ഹറാമാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. അതെന്റെ നാവിൽ വന്നിട്ടുള്ള ആ വിഷയത്തോട് എനിക്കുണ്ടായ അഭിനിവേശത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന വാചകം. ലോകത്തൊരു സലഫി ഉലമാകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇനി അത് പറയില്ല. ഞാനത് തിരുത്തുന്നു. ആ വാചകത്തിന്റെ പേരിൽ ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. പക്ഷേ അവിടെ തീരില്ല എന്റെ പ്രതിഷേധം. ഞാൻ ചോദിക്കുന്നു, സൂറത്ത് ബഖറ വായിച്ചവരോട് ഞാൻ ചോദിക്കുന്നു, സൂറത്ത് ബഖറയിലെ 168 എന്താ ഉള്ളത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഹലാലാവണം, ത്വയ്യിബാകണം. ഇത് രണ്ടും ചേരാതെ ഒരു മുഅ്മിൻ ഒരു പാനീയം കുടിക്കാൻ പറ്റില്ലല്ലോ മുത്ത് ഹബീബുകളെ. ഹലാലാണ്, പെപ്സി ഹലാലാണ്, കോള ഹലാലാണ് എന്ന് തന്നെ നിങ്ങൾ വെച്ചോ. ഞാൻ നിങ്ങൾ ഇനി മുതൽ അങ്ങനെ തന്നെ വിശ്വസിക്കുക. ത്വയ്യിബാണോ? ആണോ? ത്വയ്യിബാണോ? നല്ലതാണോ? ഞാൻ ചോദിക്കുന്നു. ഒരാളെ കയ്യിലുള്ളത് ത്വയ്യിബാണ്. ഉദാഹരണം, അയൽപ്പക്കത്തെ വീട്ടിന്റെ പറമ്പിലുണ്ടായ ഏത്തപ്പഴം, അത് ഫ്രഷ് ആണ്, നല്ല വളർത്തിട്ട് അയാൾ നല്ല സൂക്ഷിച്ചുണ്ടാക്കിയതാണ്. അത് ത്വയ്യിബാണോ? ആണ്. അയാൾ ഇല്ലാത്ത സമയത്ത് അത് പറിച്ച് തിന്നൽ ഹലാലാണോ? പറ, ആണോ? ഹലാലല്ല, ത്വയ്യിബാണ്. സമ്മതിച്ചോ? ആണ്. നമ്മുടെ വീട്ടിൽ കോഴിമുട്ടയുണ്ട്, നമ്മൾ വാങ്ങിയതാ, കെട്ട് നാറി ചീഞ്ഞിരിക്കുന്നു. ത്വയ്യിബാണോ? അല്ല. ഹലാലാണോ? ആണ്. ആണ്. അത് തിന്നാവോ? കോഴിമുട്ട കേട് വന്ന് പുഴുത്ത് പുഴു വരുന്നു, തിന്നാവോ? എന്താ തിന്നാത്ത? കോഴിമുട്ട ഹലാലല്ലേ? ആണ്. ത്വയ്യിബാണോ? അല്ല. ഇനി ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ മൊബൈൽ എടുത്തിട്ട് ChatGPT-നോട് ചോദിക്കും, പെപ്സി കഴിച്ചാലുള്ള ഒരു ഗുണം, ഒരൊറ്റ ഗുണം. എന്റെ പ്രസംഗം കഴിഞ്ഞ് പിരിയുന്നതിന് മുമ്പ് ഒരു ഗുണം, കോള കഴിച്ചാൽ ഒരു ഗുണം. ഗുണമില്ലെന്ന് മാത്രമല്ല, 50-ലധികം ഗുരുതരമായ ശാരീരിക നഷ്ടം പെപ്സിയും കോളയും അതുപോലെയുള്ള ബോട്ടൽ പാനീയങ്ങൾ. എന്ന് വിചാരിച്ച കൂൾബാറിലെ ചുവപ്പും മഞ്ഞ നിറത്തിലുള്ള ബോട്ടൽ പാനീയങ്ങളെല്ലാം എന്തിന്? ലൈസ് അടക്കമുള്ള കാര്യങ്ങൾ ഭയങ്കരമായ കേടാണ് വരുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ അന്നത്തെ എന്റെ ചിന്ത എന്താ അറിയോ? അവിടെ ഇരിക്കുന്ന പ്രോപ്പൺ വിദ്യാർത്ഥികളെ എല്ലാ അർത്ഥത്തിലും പ്രോഗ്രസ് ആക്കുക എന്നുള്ളതാണ്. നല്ല പാനീയം കുടിക്കുന്ന യൗവനം, നല്ല ഭക്ഷണം കഴിക്കുന്ന യൗവനം, ലോകത്തിന് ആവശ്യമുള്ള യൗവനം, ശരീരം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ ശേഷിയുള്ള യൗവനം, കിഡ്നി കേടുവരാത്ത യൗവനം, ഹാർട്ട് കേടുവരാത്ത യൗവനം, നന്മ നിറഞ്ഞ യൗവനം. അതായിരുന്നു എന്റെ ഉദ്ദേശം. ആയത്തിൽ എന്താ ഉള്ളത്? നല്ലത് അനുവദിച്ചു, ചീത്ത നിഷിദ്ധാക്കി. ഭാഷാപരമായി അത് പറയാം. ഒരു കാര്യം ചെയ്യും, അത് ഹറാമാണ് എന്ന് പറയാം. അത് സാങ്കേതിക ശബ്ദമായി കരുതരുത്. മനസ്സിലാക്കുക. മറിച്ച് നിങ്ങൾ ആരെങ്കിലും കള്ള് അതുപോലെ കഞ്ചാവ് ഹറാമാക്കിയ പോലെ എന്ന എന്റെ സെന്റൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ വാചകം ശരിയല്ല, അതെനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാനത് തിരുത്തുന്നു.